എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കരിമുരു ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ട സാധനങ്ങൾ പരിപ്പ്, ഉഴുന്ന്, മമ്പയർ, ഉലുവ, ചെറുപയർ, കടല, അരി. ഇതിൽ പ്രോട്ടീൻസ് ആണ് കേട്ടോ ധാരാളമായിട്ട് ഉണ്ടാവുക. കാർബ്സ് കുറവായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു 3-4 മണിക്കൂർ നല്ലോണം വെള്ളത്തിൽ പൊതിർത്തി വെക്കാം. കടലയൊക്കെ നല്ലോണം പൊതിർന്ന് വരണമല്ലോ. അതിനുശേഷം നമുക്ക് കാണാം. ഇപ്പോൾ ഒരു 3-5 മണിക്കൂർ നല്ലോണം പൊതിർന്നതാണ്. ഇതിനി നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതിങ്ങനെ തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കുക. അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിന് കരിമുരു ദോശ എന്ന് പറയുന്നത്. ഇപ്പം അമ്മയൊക്കെയാണ്, ഞങ്ങൾ വയനാട്ടിൽ, എൻ്റെ അമ്മയൊക്കെ വയനാട്ടുകാരി, അവരാണ് ഈ കരിമുരു ദോശ എന്ന് പറഞ്ഞിരുന്നത്. അധികം നൈസായിട്ട് അരിയേ വേണ്ട, ഒരു കരിമുരു പോലെ തരിതരിപ്പായിട്ട് അരച്ചാൽ മതിയേ. അപ്പോൾ ഇതിനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ട് നുറുക്കിയിട്ട് ചേർക്കുകയും ചെയ്യാം. ഞാൻ എന്താ വെച്ചാൽ ഒക്കെ കൂടെ ഒന്ന് ചതച്ച് ചേർക്കണേ. കുറച്ച് ഉള്ളി മതി. ബാക്കി എനിക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, ഉള്ളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മുളക്, അധികം എരിവ് വേണ്ട, 2 മുളക്, പിന്നെ കുറച്ച് തേങ്ങ. ഈ കരുവേപ്പില മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ, കരുവേപ്പില. പിന്നെ കുറച്ച് ജീരകം, കുറച്ച് ജീരകം. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്ത് വരാം. ഇനി ചതച്ച തേങ്ങയും മുളകും കരുവേപ്പിലയും ജീരകം ഉള്ളി ഒക്കെ നമുക്ക് ഈ അരച്ച് വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം മാവ് ഇളക്കി വെക്കുക. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം, പുളിക്കാൻ പാടില്ല കേട്ടോ. ഈ മാവ് പുളിക്കാതെ നമുക്ക് ഉണ്ടാക്കാം. പുളിക്കാൻ വേണം, പുളിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ദോശത്തട്ട് ചൂടായിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ മാവ് ഇതിലേക്ക് കോരി ഒഴിച്ചിട്ട് നൈസായിട്ട് പരത്താൻ പറ്റിയെങ്കിൽ നൈസായിട്ട് പരത്തി കേട്ടോ. എന്നിട്ട് 2 ഭാഗത്ത് നല്ലോണം വെളിച്ചെണ്ണയാക്കി മൊരിച്ചെടുത്ത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കരിമുരു ദോശ റെഡി ആയിട്ടോ. അപ്പോൾ ഇതിന് ഉള്ളി ചട്നി, ശർക്കര, ഇത് രണ്ടും ഇതിന് പറ്റിയ കോമ്പിനേഷനാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.